ഹലോ ഗൈസ്, ദിസ് ഈസ് ഹൗ മൈ ഹെയർ ലുക്സ് ലൈക്ക് ഒരു ദിവസത്തെ ഹെയർ വാഷ് കഴിഞ്ഞാൽ. കംപ്ലീറ്റ്ലി അൺമാനേജബിൾ ആയിട്ടുള്ള കണ്ടീഷൻ. ഏകദേശം നമ്മുടെ ചകിരി ഉണ്ടല്ലോ, ചകിരിയൊക്കെ ഇതിലും ഭേദമായിട്ട് വരും. അങ്ങനെയാണ് എൻ്റെ മുടി ഇരിക്കുന്നത് ഒരു ഹെയർ വാഷ് കഴിഞ്ഞാൽ പിന്നെ. അപ്പോൾ ഈ ഒരു അവസ്ഥയിലോട്ട് എൻ്റെ മുടി എത്തിക്കാനായിട്ട് ഞാൻ എന്തൊക്കെ ചെയ്തു എന്നുള്ളത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഫസ്റ്റ് ഞാൻ എൻ്റെ ഈ മുടി ഒന്ന് കെട്ടി വെക്കട്ടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ കണ്ടുകൊണ്ടിരിക്കാനേ പറ്റത്തില്ല. സോ ലെറ്റ്സ്. അപ്പം ഞാൻ എൻ്റെ ഹെയർ ജേണി ഞാൻ നേരത്തെ കാണിച്ച പോലുള്ള രീതിയിൽ എൻ്റെ മുടിയെ എത്തിക്കാനായിട്ട് ഞാൻ എന്തൊക്കെ കഷ്ടപ്പെട്ടു എന്നുള്ളത് നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. എനിക്കൊരു 22 വയസ്സ് ആ സമയത്താണ് കേട്ടോ. ആ സമയത്ത് ഞാൻ ബി ഫാം കഴിഞ്ഞിട്ട് എം ഫാം എൻട്രൻസിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നൊരു ദിവസം ഇങ്ങനെ രാത്രി സമയത്ത് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പം ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഞാൻ എങ്ങനെയോ കണ്ണാടിയുടെ മുന്നിൽ എത്തി. അപ്പം എൻ്റെ പഠിത്തം എന്ന് വെച്ചാൽ ഇങ്ങനെ നടന്നുകൊണ്ടാണ് ഞാൻ പഠിക്കാറ്. അപ്പം നടന്ന് ഇങ്ങനെ വീട്ടിൽ കൂടെ നടന്ന് എങ്ങനെയോ കണ്ണാടിയുടെ മുന്നിൽ എത്തി. വെറുതെ ഇങ്ങനെയൊക്കെ നോക്കിയപ്പോൾ ഞാൻ നോക്കും, ഇവിടെയൊക്കെ 2-3 നരച്ച മുടി. എനിക്ക് പെട്ടെന്ന് ഷോക്കായി. എനിക്കന്ന് 22 വയസ്സ് കഴിഞ്ഞ് ജസ്റ്റ് 23 കയറുമെന്ന് എനിക്ക് ഓർമ്മയില്ല. ആ ഒരു സമയമാണ്. പെട്ടെന്ന് എനിക്ക് ഷോക്കായി. ഞാനിപ്പം തപ്പി ഇങ്ങനെ നോക്കിയപ്പോൾ ഇവിടെയൊക്കെ കുറേ നരച്ച മുടികൾ. അപ്പോൾ പിന്നെ അന്ന് രാത്രി എനിക്ക് ഉറങ്ങാനേ പറ്റിയിട്ടില്ല. എനിക്കൊരു എന്താ പറയുന്ന ഒരു പ്രത്യേക ആൻസൈറ്റി പോലെ ആയിപ്പോയി. അന്ന് രാത്രിയൊക്കെ ഞാൻ കിടക്കാൻ നേരം സ്വപ്നം കാണുന്നത്, പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ എൻ്റെ ഫുൾ മുടി നരച്ചിരിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള സ്വപ്നങ്ങളൊക്കെയാണ് കാണുന്നത്. അപ്പോൾ എനിക്ക് ഈ എം ഫാം എൻട്രൻസ് പഠിക്കുന്ന സമയമാണ്. പഠിക്കാനും പറ്റുന്നില്ല. ബുക്ക് തുറക്കുമ്പോൾ മൊത്തം ഇങ്ങനെ നരച്ച മുടിയെക്കുറിച്ചുള്ള ചിന്തയാണ്. അപ്പം കുറച്ച് സമയമുള്ളൂ, 3 മാസം എന്തേ ഉള്ളൂ പഠിക്കാനായിട്ട്. എൻട്രൻസ് വരുവാണ്. അപ്പോൾ എനിക്ക് പഠിത്തത്തിൽ തീരെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. ബുക്ക് എടുക്കുമ്പോൾ ഇത് തന്നെ, അയ്യോ എൻ്റെ മുടി നരച്ചു പോലെ, ഇനിയിപ്പം ഞാൻ എന്ത് ചെയ്യും. നമ്മളിങ്ങനെ പഠിത്തത്തിലോട്ട് നമുക്ക് ശ്രദ്ധിക്കാതിരിക്കാനായിട്ട് ഇങ്ങനെ തോട്ട്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അവസാനം ഞങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, നമുക്കറിയാവുന്ന ഒരു ഹോമിയോ ഡോക്ടറുണ്ട്. അപ്പം മുടി നരപ്പിക്കുന്ന മാറാനായിട്ട് എന്തെങ്കിലും ചെയ്തേ പറ്റത്തുള്ളൂ. എനിക്ക് എൻ്റെ നരച്ച മുടിയൊക്കെ മാറ്റണം. ഇനി മുടി നരയ്ക്കാൻ പാടില്ല. എൻ്റെ മുടിയൊക്കെ കറുപ്പിക്കണം. ഇതാണ് എൻ്റെ ലക്ഷ്യം. അപ്പം നമ്മളൊരു ഹോമിയോ ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നപ്പോൾ തന്നെ എനിക്കൊന്ന് പുള്ളിക്ക് മനസ്സിലായെന്ന് തോന്നുന്നു, എനിക്ക് ഈ മുടിയുടെ കാര്യത്തിൽ എന്തോ ഒരു പ്രത്യേകം ആൻസൈറ്റി വന്നേക്കുക എന്നുള്ളത്. പുള്ളി പറഞ്ഞ് എല്ലാം ശരിയാക്കി തരാം, നരച്ച മുടി എല്ലാം കറുപ്പിച്ചു തരാം, ഇനി ഒന്നും നരയ്ക്കത്തും ഇല്ലെന്ന് പറഞ്ഞ്. എനിക്കറിയത്തില്ല, എന്തോ ഒരു മരുന്ന് പുള്ളി എനിക്ക് തന്നു. ഇപ്പം ഞാൻ ആലോചിക്കുമ്പം എനിക്കൊന്ന് എന്നെ ഒന്ന് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തോ ഒരു വൈറ്റമിനോ എന്തോ ആണെന്ന് തന്നത്. ഐ ഡോണ്ട് നോ. ഹോമിയോയിൽ അവരെന്താ മരുന്ന് തരുന്നത് നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റത്തില്ലോ. എന്തായാലും ആ മരുന്ന് കഴിക്കാൻ തുടങ്ങിയ പിന്നെ എനിക്ക് ഈ നരച്ച മുടിയെക്കുറിച്ചുള്ള എൻ്റെ ചിന്ത പിന്നെ എനിക്ക് അത്രയും വന്നിട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ ഫുള്ളായിട്ട് അങ്ങ് പഠിച്ചു, എൻട്രൻസിന് പഠിച്ചു, അങ്ങനെ പോയി. അപ്പം അന്ന് തൊട്ടാണ് സത്യം പറഞ്ഞാൽ എൻ്റെ മുടിയിലോട്ട് ഒരു കോൺസെൻട്രേറ്റ് ചെയ്ത് തുടങ്ങിയത്. അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് മുടിയെക്കുറിച്ച് ഞാൻ ഒത്തിരി ബോധർ ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു. എനിക്ക് അത്യാവശ്യം ജനറ്റിക്കലായിട്ട് തന്നെ കുറേ മുടിയൊക്കെ ഉണ്ടായിരുന്നു. സോ എനിക്കങ്ങനെ മുടി പൊഴിച്ചിൽ, അല്ലെങ്കിലും ആ ഒരു പ്രായത്തിൽ നമുക്കിങ്ങനെ മുടി പൊഴിച്ചിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. ഇപ്പം നരച്ചതാണ് എൻ്റെ മുടിയായിട്ടുള്ള ഈ നരയ്ക്കുന്നതാണ് ഞാനും മുടിയായിട്ടുള്ള ഫസ്റ്റ് എൻകൗണ്ടർ വരുന്നത്. അതിനുശേഷം പിന്നെ ഞാനങ്ങ് അക്സെപ്റ്റ് ചെയ്തു. ഓക്കെ, എൻ്റെ മുടി നരയ്ക്കുന്നതാണെന്നുള്ളത് എങ്ങനെയൊക്കെ ഞാനങ്ങ് അക്സെപ്റ്റ് ചെയ്തു. അപ്പം അന്ന് തൊട്ട് 22 വയസ്സ് തൊട്ട് പിന്നെ ഇങ്ങനെ മുടി അങ്ങ് നരയ്ക്കാൻ തുടങ്ങി. അപ്പം മുടി ഒരു സൈഡിൽ കൂടെ നരയ്ക്കും. പിന്നെ മുടി നരയ്ക്കുന്ന ഓവറാകുമ്പോൾ ഞാൻ പോയി ഹെന്ന ചെയ്യും. തുടക്കത്തിൽ ആദ്യമൊക്കെ ഒരു 3-4 മാസമൊക്കെ കൂടുമ്പോൾ ചെയ്താൽ മതിയായിരുന്നു. പിന്നെ ആയപ്പോഴത്തേനും മാസത്തിൽ ഒരിക്കലെങ്കിലും ചെയ്യേണ്ടി വരും. കാരണം പെട്ടെന്ന് പുതിയ ഉണ്ടാകുന്ന മുടിയൊക്കെ അങ്ങ് നരയ്ക്കാൻ തുടങ്ങും. ഹെന്ന ചെയ്യും. അതൊരു റുട്ടീൻ പ്രോസസ്സായിട്ട് ഇങ്ങനെ പൊക്കൊണ്ടേയിരുന്നു. പിന്നെ നമുക്ക് അതിനെക്കുറിച്ച് വേറെ കളറിങ്ങോ അങ്ങനത്തേനെ കുറിച്ചൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. അതിനെക്കുറിച്ചൊന്നും എനിക്ക് പ്രത്യേകിച്ച് ഐഡിയ ഇല്ല. ഇന്നാലോ നമുക്കിങ്ങനെ കുറേ അതുണ്ട് ഇതുണ്ട് കുറേ കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നു. അന്നൊന്നും നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും അറിയത്തുമില്ല, അങ്ങനെയൊന്നും ചിന്തിക്കുന്നുമില്ല. പക്ഷേ ഇങ്ങനെ ഈ ഹെന്ന ചെയ്യുന്ന ചിലപ്പോൾ എനിക്ക് ഹെന്ന ചെയ്യുന്ന അങ്ങ് മടുക്കും. അപ്പം ഞാൻ കുറേ നാൾ ഇങ്ങനെ നരച്ച മുടിയായിട്ട് നടക്കും. പിന്നെ ആരെങ്കിലും ചോദിക്കുമ്പോൾ പിന്നെ പോയി ഹെന്ന ചെയ്യും. ഇതെന്താ മുടി ഫുൾ നരച്ചിരിക്കുന്നല്ലോ. നമ്മളിപ്പോൾ നാട്ടിൽ എന്തെങ്കിലും കല്യാണത്തിനൊക്കെ പോകുമ്പോഴായിരിക്കും ആരോ ചോദിക്കുന്നത്, എന്താ ഫുൾ മുടിയൊക്കെ നരച്ചിരിക്കുമല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഏതെങ്കിലും കല്യാണത്തിനൊക്കെ പോവുകയാണെങ്കിൽ അതിന് മുന്നേ ഓടിപ്പോയിട്ട് ഹെന്ന ചെയ്യും. അങ്ങനെയൊക്കെ. പിന്നെ നാട്ടിൽ വെച്ച് എനിക്ക് തോന്നുന്നു ഹെന്ന ചെയ്യാനും ഭയങ്കര ഈസി ആയിരുന്നു. ബ്യൂട്ടി പാർലറിലൊക്കെ ഞാൻ 100 രൂപ കൊടുത്താൽ മതി, നമുക്ക് ഈസി ആയിട്ട് വെറുതെ ഒരു ബ്യൂട്ടി പാർലർ പോയിരുന്ന ഒരു ഹെന്നയൊക്കെ ചെയ്തു തരും. അപ്പം ഞാൻ 100 രൂപയ്ക്ക് ഈസി ആയിട്ട് ചെയ്യുമായിരുന്നു. അതൊന്നും വലിയ വിഷയമല്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇവിടെ അമേരിക്ക വന്നപ്പോഴാണ് വീണ്ടും മുടി നരയ്ക്കുന്നത് നടക്കുന്നുണ്ടല്ലോ. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഹെന്ന ചെയ്യുക എന്നുള്ളത് കുറച്ചൊന്നും ബുദ്ധിമുട്ടായിട്ട് തോന്നി. കാരണം എന്താണെന്ന് വെച്ചാൽ നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഓപ്പൺ, നമുക്ക് പുറത്ത് സ്ഥലങ്ങളൊക്കെ ഉണ്ട്, പുറത്തിറങ്ങി നിന്ന് ഹെന്ന ചെയ്യാനും
വീടിനകത്തൊന്നും പറ്റാണ്ടൊക്കെ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം. വാഷ്റൂമിലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് അങ്ങനെയൊക്കെ. പക്ഷേ ഇവിടെ ഞാൻ വന്നപ്പോൾ നമ്മൾ ഫ്ലാറ്റിലായിരുന്നു. അപ്പോൾ ഫ്ലാറ്റിൽ ഇവിടുത്തെ വാഷ്റൂമൊക്കെ നല്ല വൈറ്റ്, ടൈൽസൊക്കെ ഫുൾ വൈറ്റ്, എല്ലാം നല്ല ക്ലീൻ ആൻഡ് നീറ്റാണ്. അപ്പോൾ ഞാൻ ഹെന്ന ചെയ്യുമ്പം ഹെന്നയുടെ കറയൊക്കെ അവിടെ ഇവിടെയൊക്കെ പറ്റാൻ തുടങ്ങി. അപ്പോൾ എനിക്കൊരു ഹെന്ന ചെയ്യുന്ന ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് പോലെ തുടങ്ങി. പിന്നെ ഞാൻ നാട്ടിലായിരിക്കുമ്പം കൂടുതലും ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് 100 രൂപയ്ക്ക് ചെയ്യുന്നതായിരുന്നു എൻ്റെ ഒരു ശീലം. ഇവിടെ അങ്ങനെ ഒരു ഹെന്ന പരിപാടി എനിക്ക് എവിടെയും കാണുന്നില്ലായിരുന്നു. ലൈക്ക് ഇറ്റ് വാസ് നോട്ട്, ഇവിടെ ഇല്ലായിരുന്നു. അപ്പോൾ പിന്നെ ഹെന്ന ചെയ്യുന്ന ഇവിടെ അത്ര ഒരു സുഖമായിട്ട് എനിക്ക് തോന്നിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പം ഇവിടെ US വന്നപ്പം അത്യാവശ്യം കുറച്ച് നമുക്ക് കൈ ഒതുങ്ങുന്ന പൈസയൊക്കെ ആയി. അപ്പം ഞാൻ ആലോചിച്ചു, ഓക്കെ എനിക്ക് പിന്നെ ഒന്ന് കളറിങ് ചെയ്താലോ, അടിപൊളിയായിരിക്കും, കളറിങ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ശരിക്കും ഒരു പൊട്ടിയായിരുന്നു എനിക്ക് തോന്നുന്നത്. അപ്പോൾ എൻ്റെ ഒരു വിചാരം എങ്ങനെയാണെന്ന് വെച്ചാൽ, കളർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പെർമനൻറ്റ് കളറിങ് ചെയ്യാം, പിന്നെ ഈ നരച്ച മുടിയുടെ പ്രശ്നമില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആദ്യമായിട്ട് ഇവിടെ ഒരു ബ്യൂട്ടി സലൂണിൽ പോയിട്ട് ഫസ്റ്റ് കളറിങ് ചെയ്തു. കളർ ചെയ്ത് കഴിയുമ്പോൾ മുടിയൊക്കെ നല്ല ഇവിടുത്തെ മദാമ്മമാരുടെ പോലെ ഉള്ള നല്ല കളറൊക്കെ അടിച്ച് അടിപൊളിയായിട്ട് സെറ്റായിട്ട് വന്നു. നരച്ച മുടിയൊന്നുമില്ല. അപ്പോൾ ഞാൻ ഓക്കെ, ഇനിയിപ്പോൾ പെർമനൻറ്റ് കളറുമായിട്ട് ഇങ്ങനെ അങ്ങ് നടക്കാം എന്ന് വിചാരിച്ചു. കുറച്ച് കഴിഞ്ഞപ്പം 2 മാസം 1 മാസം കഴിഞ്ഞപ്പോഴല്ലേ എനിക്ക് ആ ഒരു കാര്യം വീണ്ടും മനസ്സിലായത്. കാരണം നമുക്ക് ഉണ്ടാകാൻ പോകുന്ന പുതിയ ഉണ്ടാകുന്ന മുടി എപ്പോഴും പിന്നെ നരച്ച് തന്നെ വരത്തുള്ളൂ, എത്ര കളർ ചെയ്തിട്ടും കാര്യമില്ല. അപ്പം ഞാൻ കളർ ചെയ്ത് കുറേ പൈസ കളഞ്ഞെന്നല്ലാണ്ട് അതിനകത്ത് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. മുടി പിന്നെയും നരയ്ക്കാൻ തുടങ്ങി. പിന്നെ ഓരോ തവണയും ഇവിടുത്തെ ബ്യൂട്ടി സലൂണിൽ പോയിട്ട് ഇവർ വേണമെങ്കിൽ ടച്ചപ്പ് ചെയ്ത് തരും. നമുക്ക് നരച്ച മുടിയൊക്കെ ഇങ്ങനെ അല്ലാത്ത കളറുണ്ടല്ലോ, അത് വെച്ചിട്ട് ടച്ചപ്പ് ചെയ്ത് തരും. പക്ഷെ അതിന് ഇപ്പം കളർ ചെയ്യാനായിട്ട് അത്യാവശ്യം കുറച്ച് പൈസയായി. അത്രയും പൈസ ആയില്ലെങ്കിലും അതിൻ്റെ പകുതി പൈസ തന്നെ നമ്മൾ കൊടുക്കണം, ലൈക്ക് വീണ്ടും ഇത് ടച്ചപ്പ് ഒക്കെ ചെയ്യണമെങ്കിൽ. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിനൊരു അവസാനമില്ല, നരച്ച മുടിയായിട്ട് നമ്മളങ്ങ് ജീവിക്കുക, അത്രേ ഉള്ളൂ. പക്ഷേ ഞാൻ ഈ മുടിയെ കൊണ്ട് കളർ ചെയ്തെങ്കിലും അത് കഴിഞ്ഞിട്ട് ടേക്ക് കെയർ ചെയ്യേണ്ട, നമ്മൾ മുടിക്ക് വേണ്ടി കൊടുക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, കെയറൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ചും എനിക്ക് വലിയ വിവരമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ മുടി കളർ ചെയ്ത് കഴിഞ്ഞും യൂഷ്വൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഷാമ്പു, ഹെഡ് ആൻഡ് ഷോൾഡേഴ്സും അങ്ങനത്തെ ഉള്ള റഫായിട്ടുള്ള ഷാമ്പു ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇട്ട് എൻ്റെ മുടി കഴുകുമായിരുന്നു. അല്ല പ്രത്യേകിച്ച് പ്രോപ്പർ കെയറോ ഹെയർ മാസ്ക് ഇടുന്നതോ അങ്ങനത്തെ കണ്ടീഷണർ യൂസ് ചെയ്യുന്ന അങ്ങനത്തെ പരിപാടി ഒന്നും എനിക്കില്ലായിരുന്നു. എന്തോ ദൈവം സഹായിച്ച് തുടക്കത്തിൽ എൻ്റെ മുടിക്ക് ഈ ആദ്യത്തെ കളറിങ് കൊണ്ട് എൻ്റെ മുടിക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും വന്നില്ല. അപ്പോഴും ഞാനിങ്ങനെ അങ്ങനെ കൂളായിട്ട് അങ്ങ് പോയി. അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഏകദേശം 1 വർഷം ഇങ്ങനെ മുടി നരയ്ക്കുമ്പം പിന്നെയും ഞാനിങ്ങനെ നരച്ച മുടിയിൽ വീണ്ടും നമ്മുടെ പഴയ ഹെന്ന പരിപാടിയൊക്കെ ചെയ്ത് തന്നെ അങ്ങ് പോയി. അത് കഴിഞ്ഞപ്പോൾ 1 വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെ ഒരു ആഗ്രഹം, ഈ കളറ് ഒന്ന് മാറ്റിയാലോ, വേറൊരു കളറ് ആക്കിയാലോ എന്ന് വിചാരിച്ച് ഞാൻ എന്ത് ചെയ്തു, ഞാൻ വീണ്ടും പോയി കളർ ചെയ്തിട്ട് പിന്നെ ഇതേ പരിപാടി, കളർ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഹെഡ് ആൻഡ് ഷോൾഡേഴ്സും അങ്ങനെ കണ്ണി കാണുന്ന ഏതെങ്കിലുമൊക്കെ ഷാമ്പു ഇട്ട് മുടി കഴുകുന്നു, കണ്ടീഷണറൊന്നും അപ്ലൈ ചെയ്യുന്നില്ല. 2ാമത്തെ തവണ ഈ മുടി എന്നോട് ക്ഷമിച്ചില്ല. എന്ത് പറ്റിയെന്ന് വെച്ചാൽ മുടി അങ്ങ് ഒരുമാതിരി ഇപ്പം ഇരിക്കുന്ന പോലെ ഒരു ചകിരിനെക്കാളിലും ഭയങ്കര റഫ് ആൻഡ് ടഫായിട്ടുള്ള രീതിയിൽ എൻ്റെ മുടിയായിപ്പോയി. അപ്പം ഞാൻ ഓർത്ത് എന്ത് പറ്റി എൻ്റെ മുടിക്ക്. പിന്നെയാണ് ഞാൻ അതിനെക്കുറിച്ച് ഇങ്ങനെ വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത്, നമ്മൾ കളറിങ് ചെയ്യാൻ നേരം നമ്മുടെ മുടിയിൽ നമ്മൾ ബ്ലീച്ചും അതൊക്കെ ചെയ്യും. അത് നമ്മുടെ മുടിയുടെ ടെക്സ്ചറും ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റും. അപ്പോൾ ആഫ്റ്റർ കളറിങ് നമ്മൾ പ്രോപ്പറായിട്ട് നമ്മുടെ മുടിയെ കെയർ ചെയ്യില്ലെന്നുണ്ടെങ്കിൽ മുടിയുടെ മൊത്തത്തിൽ മുടിയുടെ പരിപാടി തീരും. ലൈറ്റ് കുറഞ്ഞു, മൊത്തത്തിൽ മുടിയുടെ പരിപാടി തീരും. അങ്ങനെ ഈ 2ാമത്തെ കളറിങ്ങോടുകൂടി എൻ്റെ മുടിയുടെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായി, മുടി ഡാമേജ്ഡായി. പിന്നെ എനിക്ക് ഇങ്ങനെയൊന്നുമില്ല, നമുക്ക് മുടി ഒരു വലിയ പ്രശ്നമാണ് കേട്ടോ. ഇപ്പം നമ്മളിങ്ങനെ മുടി ഡാമേജ് ആയി കഴിഞ്ഞാൽ പിന്നെ ഇപ്പം വീടിനകത്തിരിക്കുമ്പോൾ കുഴപ്പമില്ല, നമ്മളൊന്ന് പുറത്തൊക്കെ ഇറങ്ങി കഴിയുമ്പം എന്ത് ചെയ്യും, വല്ലാത്തൊരവസ്ഥയാണ് കേട്ടോ. അപ്പം നമ്മുടെ മുടി അങ്ങ് ഭയങ്കര എന്തോ പോലെ ആവും. അപ്പം ഞാനിങ്ങനെ ഇനിയിപ്പോൾ ഇതിനകത്ത് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നി, ഇനിയിപ്പോൾ ഇതെന്തെങ്കിലും ചെയ്തേ പറ്റത്തുള്ളൂ. ഇനിയിപ്പോൾ ഇതൊന്ന് മുടി എങ്ങനെയെങ്കിലും ഒന്ന് ചെറുതായിട്ടൊന്ന് ഒതുക്കിയെടുക്കണം. അല്ലെങ്കിൽ കാരണം നമ്മൾ ഇവിടെ ഈ ഒരു രാജ്യത്തെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുള്ള ഇവിടുത്തെ ആൾക്കാർ മുടിയുടെ കാര്യത്തിൽ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുന്നവരാണ്. അവരെപ്പോഴും നമ്മുടെ പോലെ ലോങ് ഹെയർ ഉള്ളവർ കുറവായിരിക്കും. അവർ മുടി എപ്പോഴും ട്രിം ചെയ്ത് നല്ല ഇങ്ങനെ ഡ്രസ്സ് അവർ തേച്ചില്ലെങ്കിലും എനിക്ക് തോന്നുന്ന മുടി നല്ല പോലെ ഇങ്ങനെ ക്ലീൻ ആക്കി നല്ല എപ്പോഴും മുടി കറക്റ്റ് സമയത്ത് മുടി വെട്ടി എല്ലാം നല്ല ടിപ്പ് ടോപ്പായിട്ടാണ് ഇവിടെ ജോലിക്ക് വരുന്നവരും ഓഫീസിലുള്ളവരൊക്കെ അങ്ങനെയാണ് നടക്കാറ്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് നമ്മളിങ്ങനെ ഈ കൂറ മുടിയായിട്ട് ഇങ്ങനെ നടന്നാൽ അതൊരു നമുക്കൊരു മോശമാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും മുടി സെറ്റാക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ലക്ഷ്യം. അപ്പം ഞാൻ ഓർത്ത് ഇവിടെ എവിടെയെങ്കിലും പോയി ട്രീറ്റ്മെൻറ്റ് ചെയ്താലോ എന്ന് വിചാരിച്ചു. പക്ഷേ അത്യാവശ്യം നല്ല കത്തിയാണ്. അപ്പം ഞാൻ അങ്ങനെ ഇരിക്കുമ്പോൾ നാട്ടിൽ പോയി.
നാട്ടിൽ പോയപ്പോൾ ഞാൻ അവിടുത്തെ ഒരു ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ഒരു ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്തു. അപ്പോൾ എങ്ങനെയെങ്കിലും എൻ്റെ മുടി ഒന്ന് ഒതുക്കുക എന്നുള്ളതാണ്, ഇങ്ങനെ അറിഞ്ഞിരിക്കുന്ന ഈ മുടി ഒന്ന് ഒതുക്കി കിട്ടുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. അങ്ങനെ ഞാൻ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്തു. ആ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞപ്പം എൻ്റെ മുടി നല്ലപോലെ ഒതുക്കി കിട്ടി. പക്ഷേ എനിക്ക് എൻ്റെ കണ്ണാടി നോക്കുമ്പോൾ എനിക്ക് ഞാനായിട്ട് തോന്നുന്നില്ല. ലൈക്ക് എൻ്റെ തലയിൽ എന്തോ ഒരു വിഗ് എടുത്ത് വെച്ച പോലെ ഇങ്ങനെ അങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് ഒട്ടിപ്പോയി. എനിക്ക് അങ്ങ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. സത്യത്തിൽ മുടി നല്ല, എനിക്കൊന്നും ചെയ്യേണ്ട, ചെയ്യുകയും വേണ്ട, എപ്പോഴും ഇങ്ങനെ കുളിച്ച് പോയി ഇങ്ങനെ കിടക്കും. എനിക്ക് മുടിയുടെ കാര്യത്തിൽ ടെൻഷനൊന്നും വേണ്ട. പക്ഷേ എനിക്കതങ്ങ് ഓരോ തവണ എന്നെ നോക്കുമ്പോഴും എനിക്ക് വേറെ എന്തോ എനിക്കതൊരു വിധത്തിലും പറ്റുന്നില്ല. അപ്പം ഞാൻ ഓർത്തു, പിന്നെ ഞാൻ ഇവിടെ തിരിച്ചു വന്നപ്പോൾ പിന്നെ എൻ്റെ ശ്രദ്ധ മൊത്തം ഈ ട്രീറ്റ്മെൻറ്റ് നമ്മുടെ ഒരു തലയിലൊരു സാധനം ഉണ്ടല്ലോ, അതെങ്ങനെയെങ്കിലും എത്ര നാളെടുക്കും ഇതൊന്ന് കഴിയാനായിട്ട്. ഈ മുടിയുടെ ഇങ്ങനെ ഈ പറ്റിയിരിക്കുന്ന അവസ്ഥയൊന്ന് മാറിക്കിട്ടണം. അതിനു വേണ്ടിയുള്ള ഒരു ടെൻഷനായിരുന്നു. അപ്പം ഞാൻ വായിച്ചപ്പം നമ്മൾ ഇങ്ങനെ ഓരോ വാഷിലും ഇതിങ്ങനെ പൊക്കോണ്ടിരിക്കും. അങ്ങനെ ഒരു 7-8 മാസത്തിനുള്ളിൽ സംഭവം പൊക്കോളും. പിന്നെ നമ്മുടെ മുടി ഏകദേശം അതിൻ്റെ എഫക്റ്റ് അങ്ങ് തീരുമെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം എനിക്കിപ്പം എൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് മുടി അങ്ങ് ഒത്തിരി ഡ്രൈ ആയില്ലെങ്കിൽ ഈ സംഭവം ഇങ്ങനെ ഒട്ടിയിരിക്കുന്നത് എങ്ങനെയെങ്കിലും മാറണം. അങ്ങനെ ഞാനിങ്ങനെ കുറച്ച് നാളിങ്ങനെ പോയി. അപ്പോൾ പെട്ടെന്ന് ഞാൻ ഇങ്ങനെ ഐഡിയ എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, ഒന്നുകൂടി ഒന്ന് കളർ ചെയ്യുക. അപ്പം എൻ്റെ വിചാരം എന്താണെന്ന് വെച്ചാൽ, കളർ ചെയ്യുമ്പോൾ മുടി കുറച്ച് ഡ്രൈ ആവുമല്ലോ. അപ്പോൾ കളർ ചെയ്യുമ്പോൾ ആ ഡ്രൈനെസ്സും, പിന്നെ ഇപ്പം എൻ്റെ മുടി ഭയങ്കര ഇങ്ങനെ സോഫ്റ്റ്നെസ് കൂടിപ്പോയിട്ട് ഒട്ടിപ്പോയിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഉള്ള ആ സോഫ്റ്റ്നെസ്സും കൂടെ അങ്ങ് മിക്സായിട്ട് അപ്പോൾ നല്ലൊരു വേവി, നല്ലൊരു ബ്ലെൻഡഡ് ആയിട്ട് നല്ലൊരു അടിപൊളി രീതിയിലൊക്കെ വരും എന്നാണ് എൻ്റെ ഒരു വിചാരം. അങ്ങനെ ഞാൻ പോയിട്ട് ഏകദേശം അധികം നാളായില്ല, ഒരു 7 to 8 months ബാക്ക് പോയിട്ട് വീണ്ടും ഒന്നുകൂടെയും കളർ ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി? എൻ്റെ എല്ലാ ധാരണകളും തെറ്റി. എൻ്റെ മുടി ഇതുവരെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവാവുന്നതിൻ്റെ മാക്സിമം ഡ്രൈനെസ്സിലോട്ട് പോയി. അതാണ് ഇപ്പം എൻ്റെ മുടിയുടെ അവസ്ഥ. എൻ്റെ മുടി ഈസ് ലൈക്ക് എക്സ്ട്രീംലി ഡ്രൈ നൗ. എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാനിപ്പം കുളിച്ച് കഴിഞ്ഞിട്ട് ഷാമ്പു ചെയ്ത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ഹെയർ മാസ്ക് ഇട്ട് മുടി ഒന്ന് ഇതാക്കിയില്ലെന്നുണ്ടെങ്കിൽ മുടി ചീകിയാലും എത്ര ചീകിയാലും ഒതുങ്ങി കിടക്കത്തില്ല. എല്ലാ രീതിയിലും എക്സ്ട്രീംലി ഡ്രൈ, ലൈക്ക് ചകിരി പോലുള്ള അവസ്ഥയാണ്. അപ്പോൾ ഇനി ഇതിനകത്ത് ഞാൻ ഒന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ മുടിയായിട്ട് അങ്ങ് ജീവിക്കുക, അതാണ് എൻ്റെ ലക്ഷ്യം. കാരണം ഞാൻ എൻ്റെ മുടിയിൽ കാണിച്ചതിൻ്റെയൊക്കെയാണ് ഞാൻ ഇന്ന് ഈ അനുഭവിക്കുന്നത്. എനിക്കറിയാം. സത്യം പറഞ്ഞാൽ കുറച്ച് നര അവിടെ ഇവിടെ ഉണ്ടെന്നല്ലാണ്ട് എൻ്റെ മുടി നല്ല മുടിയായിരുന്നു. അത്യാവശ്യം നല്ല മുടിയായിട്ടാണ് ദൈവം എന്നെ ഈ ഭൂമിയിലോട്ട് വിട്ടത്. പക്ഷെ എൻ്റെ അഹങ്കാരവും തോന്നിയവസം കാരണം ഞാൻ കണ്ണി കാണുന്ന അതും ഇതൊക്കെ തേച്ച് ഈ ഒരു അവസ്ഥയായി. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്കൊരു അത്യാവശ്യം നല്ല മുടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതുമായിട്ട് അങ്ങ് മുന്നോട്ട് പോവുക. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന താളിയും ഇഞ്ചി, എൻ്റെ അമ്മയൊക്കെ ചെയ്യുന്ന സംഭവം ഇഞ്ചയും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്ത് അത്യാവശ്യം നല്ല രീതിയിൽ മുന്നോട്ട് പോവുക. ഇങ്ങനെയുള്ള കളറിങ്ങും ട്രീറ്റ്മെൻറ്റും അതും ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നമ്മുടെ മുടി നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് പോകും. അതിന് നല്ലത്, പിന്നെ നിങ്ങൾക്ക് കൊതിയാണോ എന്തെങ്കിലും ഒന്ന് കളർ ചെയ്യണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും പോയി ഒന്ന് കളർ ചെയ്തോളൂ. കളർ ചെയ്ത് കഴിഞ്ഞിട്ട് പക്ഷേ നമ്മൾ മുടിക്ക് അത്രയ്ക്കും നല്ല കെയർ കൊടുക്കണം. ഞാൻ ചെയ്ത പോലെ കണ്ണി കാണുന്ന ഷാമ്പു ഒക്കെ തേച്ച് കണ്ടീഷനിങ് ഒന്നും ചെയ്യാണ്ട് തോന്നുന്ന പോലെ ചെയ്താൽ നിങ്ങളുടെ മുടിയും ഇതുപോലെ ആവും. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ അറിയത്തില്ല. നിങ്ങൾ വിചാരിക്കും ഞാൻ സത്യം പറഞ്ഞാൽ കുളിച്ച് കഴിഞ്ഞിട്ട് ഈ മുടി ഇങ്ങനെ ആക്കിയിട്ടേ ഉള്ളൂ, ചീകിയിട്ടില്ല. ചീകി കഴിഞ്ഞാൽ മുടി ഇങ്ങനെ അങ്ങ് പോകും, മനസ്സിലായില്ലേ? ചീകാതിരിക്കുന്നതാണ് കുറച്ചെങ്കിലും ഭേദം. ചീകി കഴിഞ്ഞാൽ എനിക്ക് ഒട്ടും വല്ലാത്ത രീതിയിലായി പോകും. അപ്പം ഇങ്ങനൊരു അവസ്ഥയിലോട്ട് പോകാണ്ടിരിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാണ്ടിരിക്കുക. അത്രേ ഉള്ളൂ. ലൈക്ക് ഈ വീഡിയോയിൽ ഞാൻ അതാണ് പറയാൻ ഉദ്ദേശിച്ചത്. ദാറ്റ് ഈസ് മൈ ഹെയർ ജേർണി. ഇവിടെ പണ്ട് 10, ഇപ്പോഴും എൻ്റെ മുടി ഇഷ്ടംപോലെ നരയ്ക്കാറുണ്ട്. ഞാനിപ്പോൾ ചെയ്യുന്നത് ഹെന്ന തന്നെയാണ് ചെയ്യുന്നത്, വേറൊന്നും ചെയ്യാനില്ലല്ലോ. അപ്പോൾ അത്രേ ഉള്ളൂ. എന്നിപ്പം കുളിച്ച് കഴിഞ്ഞപ്പം എൻ്റെ മുടി ഇങ്ങനെ ഇരുന്നപ്പോഴത്തേനും ഞാൻ ഓർത്തു, എന്നെ പോലെ ഇങ്ങനെ മുടിയിൽ ഒത്തിരി എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർ കാണുമായിരിക്കും, അല്ല ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവർ കാണുമായിരിക്കും. അപ്പം ആഗ്രഹമൊക്കെ നല്ലതാണ്. പക്ഷേ അതിൻ്റെ പിന്നാലെ വരുന്ന
പ്രശ്നങ്ങളൊക്കെ ഇതാണ്. പക്ഷേ എനിക്കത് കളർ വൺസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ പ്രോപ്പർ ആഫ്റ്റർ കെയർ ഒക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ. അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ പോലെ ഈ ഒരു അവസ്ഥയിലാവും. അത് നിങ്ങൾക്ക് ആർക്കും വരാതിരിക്കട്ടെ. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേ. ഐ വിൽ സീ യു ഓൾ വിത്ത് അനദർ വീഡിയോ. ബൈ ബൈ, ടേക്ക് കെയർ.